സ്റ്റോറി പറ്റിയില്ല. ആ മൈൻക്രാഫ്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ചിലതൊക്കെ അങ്ങ് മാറിപ്പോയി. ഒറിജിനൽ ഗെയിമിൻ്റെ പോലെ ഒന്നുമല്ല, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. സിനിമ കാണാം. അഭിനയം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചില ഭാഗത്തൊക്കെ ലാംഗ്വേജും പിന്നെ ഡയലോഗ്സ് ഒക്കെ കൊള്ളില്ലായിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടെങ്കിലും പക്ഷേ ഇതിനെപ്പറ്റി ഇത് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഗെയിമിനെ പറ്റിയിട്ടൊക്കെ തന്നെയായിരുന്നു കഥ. ജസ്റ്റ് ഫൺ എൻജോയ് ചെയ്ത് നമ്മൾ ഗെയിം കളിക്കുന്നതായിട്ട് എൻജോയ് ചെയ്ത്. നോർമലി സിനിമയിൽ ഈ ശബ്ദം ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആസ് എൻ ഓഡിയൻസ് എനിക്കൊരു എന്താ പറഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് സിനിമ കാണുന്നത്. പക്ഷേ ഇന്നത്തെ യങ് ക്രൗഡ് ദേ വിൽ ആക്ച്വലി നല്ല മൂവിയാണ്. ആനിമേഷനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അതിലെ സ്റ്റോറി പറ്റിയില്ല. ആ മൈൻക്രാഫ്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ചിലതൊക്കെ അങ്ങ് മാറിപ്പോയി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. കൊള്ളാൻ അടുത്ത പാർട്ട് നല്ല ബെറ്ററൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാൻ. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടം ആനിമേഷൻ കൊള്ളാം. മൈൻക്രാഫ്റ്റായിട്ട് ഒരു ബന്ധമില്ല. ഇടയ്ക്കിടയ്ക്ക് അത്ര വേറെ കുഴപ്പമില്ല. സിനിമ കൊള്ളാം, അത്രേ ഉള്ളൂ. CGI ടോപ്പായിരുന്നു, പക്ഷേ സ്റ്റോറി ലാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് വൺ ടൈം വാച്ചാൽ ഭയങ്കര ഷോർട്ട് ഫിലിമാണ്. അത് വേറെ ഒന്നുമില്ല. അല്ല, ഗെയിമിന് ലൈക്ക് ഒറിജിനൽ ഗെയിമിൻ്റെ പോലെ ഒന്നുമല്ല, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. സിനിമ കാണാം ഒരുപാട്, ഒരു പ്രാവശ്യം. ഗെയിമായിരുന്നു ഇതിനേക്കാളും ബെറ്റർ, പക്ഷേ എന്തോ ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു ഒരു കഥ പോയത്. അതൊക്കെയായിരുന്നു. ആനിമേഷൻ പക്ഷേ പക്കയായിരുന്നു. അഭിനയം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചില ഭാഗത്തൊക്കെ ലാംഗ്വേജും പിന്നെ ഡയലോഗ്സ് ഒക്കെ കൊള്ളില്ലായിരുന്നു. സിനിമ കൊള്ളാം, കുഴപ്പമില്ല. നല്ല വെർത്തുണ്ട്, നല്ല പടമാണ്, നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടെങ്കിലും പക്ഷേ ഇതിനെപ്പറ്റി ഇത് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 5.5 ആണെങ്കിൽ കൊടുക്കാം. അത്രയും ബെസ്റ്റ് മൂവിയാണ്. എല്ലാവരും വന്ന് കാണണം. പൊളിയാണ്. നല്ലതാ. നല്ല ബെറ്ററാ, കൊള്ളാം. അല്ല, സോങ്സും എല്ലാം നല്ലതാണ്. നല്ല സെലക്ഷനും എല്ലാം. സോങ്സ് എല്ലാം ടോപ്പാണ്. കൊള്ളാം. അതേ പറഞ്ഞത് തന്നെ, കൊള്ളാം. സിനിമയൊക്കെ കൊള്ളാം. സോങ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അതിൽ കഥയെല്ലാം ഗെയിമിനെ പറ്റിയിട്ടൊക്കെ തന്നെയായിരുന്നു കഥ. ജസ്റ്റ് ഫൺ എൻജോയ് ചെയ്ത് നമ്മൾ ഗെയിം കളിക്കുന്നതായിട്ട് എൻജോയ് ചെയ്ത്. കൂടുതലും കുട്ടികളായിരുന്നു. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇത് കണ്ടത്. കുട്ടികൾക്കുള്ള പടമാണ്. അനിമേഷൻ ചിത്രം പോലെയാണല്ലോ. അതിൻ്റെ ഒരു വെറൈറ്റി, പിള്ളേർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പടമാണ്. ഫാമിലി ആയിട്ടാണ് വന്ന് പിള്ളേർ കാണുന്നത്. Okay. Pretty good. The 3D graphics were good. Kuttigalku ana, and plus adults who play the game, for them it's also there. You could see a lot of adults. Making is good. The graphics are very good. Recommended for the gamers, I would say. കുഴപ്പമില്ല, നല്ലൊരു പടം. മേക്കിംഗ് കുഴപ്പമില്ല. ആനിമേഷൻ കൊള്ളാം, പക്ഷേ ഇപ്പോഴത്തെ ഈ നമ്മുടെ കറണ്ട് ന്യൂജൻ അത്രേ പിടിക്കാൻ തോന്നുന്നുള്ളൂ. അതെ, കളർ വൈസും വീഡിയോ ഗെയിം എക്സ്ട്രാ ഡിപിക്ഷൻ അല്ല, പക്ഷെ എന്നാലും ആനിമേഷൻ വൈസും സ്റ്റോറി വൈസും സ്റ്റോറി ഇല്ല, ആനിമേഷൻ, കളേഴ്സ്, ഗ്രാഫിക്സ് എല്ലാം കൊള്ളാം. പക്ഷേ പ്ലോട്ടും സ്റ്റോറിയും ഭയങ്കര ഫാസ്റ്റായി തോന്നി. പടം ഡ്യൂറേഷൻ വളരെ ചെറുതായി തോന്നി. അല്ലാതെ വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. കൊള്ളാം, കുഴപ്പമില്ല. ജെയ്സൺ മോമോൻ്റെയൊക്കെ ആക്ടിങ് കൊള്ളാം. പിന്നെ ഓവറോൾ ആക്ടിങ് വൈസ് കുറച്ച് ചില ഭാഗത്തൊക്കെ അത്ര ശരിയായില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. അത്ര തന്നെ വൺ ടൈം വാച്ച്, അത്രേ പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇത് ഒരു വീഡിയോ ഗെയിം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മെയിൻലി ഈ സിനിമ കാണാൻ വന്ന ഞാൻ ഹ്യൂജ് ഒരു ജാക്ക് ബ്ലാക്ക് ഫാനാണ്. അയാളുടെ ഒരു വളരെ പെർട്ടിക്കുലർ രീതിയിലായിട്ടുള്ളൊരു കോമഡി ഉണ്ട്. അത് തന്നെ ഈ സിനിമയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഈസ് ബാക്ക് ഇൻ ടു ആക്ഷൻ. അയാളുടെ സ്കൂൾ ഓഫ് റോക്ക് ആയിരുന്നാലും ടെനീഷ്യസ് ഡി എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഒരു കോമഡി ജോണർ ഫോളോ ചെയ്യുന്നൊരു ഇതാണ്. അത് തന്നെ ഈ വീഡിയോ ഗെയിം സ്റ്റോറിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒബ്വിയസ്ലി ആസ് യു നോ ഇറ്റ്സ് എ വീഡിയോ ഗെയിം തിങ്. ഞാൻ കളിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഇങ്ങനെ വേറൊരു ലോകത്ത് പോയി ബ്ലോക്സ് വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നൊരിതാണ്. അപ്പോൾ എനിക്കൊന്ന് ലേറ്റ് 2000 വന്ന ഒരു ഗെയിമാണ്. ഹ്യൂജ് ഹിറ്റ് ആക്ച്വലി. അപ്പോൾ ഞാൻ തന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വളരെ ലാക്ക് ഓഫ് നോളജ് ഓഫ് ദ മൂവി കാരണം എനിക്ക് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൊച്ചു കുട്ടികളും വേറെ ഒരുപാട് ടീനേജേഴ്സ് ദേ വർ ലൈക്ക് റിയലി ഇൻ ടു ദിസ് മൂവി. അപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഹ്യൂമങ്കസ്, ഇവിടെ തന്നെ ട്രാൻഡ്രത്ത് തന്നെ ഇത് ഇത്ര ഇതുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ഈ ഗെയിമിൻ്റെ ഫോളോയിങ് കിടിലായിരിക്കും. അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ വരുമ്പോഴും ഈവൻ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ഈവൻ തിയേറ്ററിനകത്തിരുന്ന് അവർ അത് ഓരോ സീൻ വരുന്നതിന് മുമ്പ് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് പവർ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ കാര്യം കൊച്ചുകുട്ടികൾ, ഞാനത് കൊച്ചുകുട്ടികൾ പോലും കറക്റ്റായിട്ട് അറിയാം. വാട്ടർ ബാഗാണോ യൂസ് ചെയ്യാൻ പോകുന്നത്, സംതിങ് വേറെ എന്തെങ്കിലും പവറാണോ യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് വാസ് എക്സൈറ്റിംഗ് ആക്ച്വലി. നോർമലി സിനിമയിൽ ഈ ശബ്ദം ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഐ വോണ്ട് ആസ് എൻ ഓഡിയൻസ് എനിക്കൊരു എന്താ പറഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് സിനിമ കാണുന്നത്. പക്ഷേ ഇന്നത്തെ യങ് ക്രൗഡ് ദേ വിൽ ആക്ച്വലി എനിക്ക് സിനിമയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നോളജ് കുറവ് കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെനിക്ക് മനസ്സിലായി വാവ് ദിസ് ഷുഡ് ബി ദിസ്. ഞാൻ കേട്ടിട്ടുണ്ട് ദിസ് ഒരു ഭയങ്കര വലിയൊരു ഗെയിം തന്നെ ആയിരുന്നു അത്. പക്ഷേ
ഞാൻ പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചുമില്ല ഇവിടെ. ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. 3D മൂവി ആയിരുന്നു. ആൻഡ് ജേസൺ മെമ്മോ ഉണ്ട്. സോ ഓവറോൾ ഒരു ഗുഡ്, ഒരു വളരെ എന്താ പറഞ്ഞാൽ ഫാമിലിക്കും കുട്ടികളും കൊണ്ടുവരാൻ, എസ്പെഷ്യലി ഹോളിഡേ ടൈമാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് വാച്ച്. സോ അഡൽട്ട്സിന് വേണ്ടി ആ ഒരു ഇതും കീപ്പ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്കും വേണ്ടി കീപ്പ് ചെയ്തിട്ടൊരു മൂവിയാണ്. സോ പ്യൂർലി ഒരു ചിൽഡ്രൻസ് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഫാമിലി വാച്ച്. ആൻഡ് ഈ ടൈപ്പ് ഒരു കോമഡി ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വിൽ റിയലി എൻജോയ് ദിസ് മൂവി.